കോഴിക്കോട് തിരുവമ്പാടി KSEB ഓഫീസിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തും. റാന്തൽ വിളക്കുമായിട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. KSEB ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതി യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിൻ്റെ പിതാവിൻ്റെ പേരുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ പ്രതിഷേധം. അതിനിടെ അജ്മലിൻ്റെ വീട്ടിലെ കണക്ഷൻ പുനഃസ്ഥാപിക്കുമെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു പാലക്കാട് നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ പറയൂ. അജ്മലിന്റെ വീട്ടിലെ കണക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി നമ്മളോട് പ്രതികരിച്ചത് ഇത് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള നടപടിയാണ്. കാരണം ഇതൊരു കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാകണം. ഓഫീസിൽ കയറി ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുക, ഉദ്യോഗസ്ഥരെ വൈദ്യുതി കണക്ഷൻ ബില്ലടയ്ക്കാത്തതിന്റെ പേരിലാണ് വിച്ഛേദിച്ചത്. അത് ചോദ്യം ചെയ്ത് ഓഫീസിലെത്തി ജീവനക്കാരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്കൊപ്പമാണ് താൻ. ജീവനക്കാരുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു മന്ത്രി K കൃഷ്ണൻകുട്ടി ഇന്നലെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അതിലൊരു മനുഷ്യാവകാശ ലംഘനത്തിന്റെ പ്രശ്നമുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും അജ്മൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയിട്ടുള്ള ഒരു പ്രവൃത്തിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ള ആളുകൾ പ്രയാസത്തിലാവുക എന്ന് പറയുന്നത് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഒരു മനുഷ്യാവകാശ പക്ഷം കൂടി ചർച്ച ചെയ്യപ്പെടുന്നതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ മന്ത്രി നമ്മളോട് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകുമെന്ന്. പക്ഷേ ജീവനക്കാരെ മർദ്ദിക്കില്ലെന്നോ അല്ലെങ്കിൽ ജീവനക്കാരെ ഉപദ്രവിക്കില്ലെന്നോ എന്ന ഉറപ്പ് പോലീസോ വീട്ടുകാരോ നൽകണമെന്നാണ് അദ്ദേഹം അല്പസമയം മുൻപ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ ആ ഉറപ്പ് ലഭിച്ചാൽ ഇന്ന് തന്നെ കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് അദ്ദേഹം അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇരുഭാഗത്തു നിന്നും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ട്. വീട്ടുകാരെ മർദ്ദിച്ചുവെന്ന് അവരും, ഒപ്പം തന്നെ ജീവനക്കാരെ KSEB ജീവനക്കാരെ ആക്രമിച്ച് ഈ ഓഫീസിലെ സാധന സാമഗ്രികൾ അടക്കം നശിപ്പിച്ചു എന്നൊക്കെ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച് ഫ്യൂസ് ഓഫീസിൽ കൊണ്ടുപോയി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശുചിമുറി പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ അജ്മലിന്റെ കുടുംബം പറയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് മന്ത്രി പെട്ടെന്ന് തന്നെ ഒരു നിലപാടെടുക്കുന്നത്. ഈ കണക്ഷൻ ഉടൻ തന്നെ പുനഃസ്ഥാപിച്ച് നൽകുമെന്ന് തങ്ങൾക്കൊരു ഉറപ്പ് ലഭിക്കേണ്ട സാഹചര്യമേ ഉള്ളൂ. അത് ലഭിച്ചാൽ ഉടനെ തന്നെ ഈ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകുമെന്നാണ് മന്ത്രി K കൃഷ്ണൻകുട്ടി അല്പസമയം മുൻപ് നമ്മളോട് വ്യക്തമാക്കിയത്. പാലക്കാട് നിഖിൽ പ്രമേഷാണ് തത്സമയം ടെലിഫോണിൽ ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ജീവനക്കാരെ മർദ്ദിച്ചു എന്നാണ് KSEB ഉദ്യോഗസ്ഥന്മാരുടെ പരാതി. അതേസമയം ജീവനക്കാർ വീട്ടുകാരെയാണ് മർദ്ദിച്ചതെന്ന മറുമൊഴിയും നമ്മൾ കേട്ടു. എന്തായാലും ഈ KSEB ഓഫീസ് തല്ലിത്തകർക്കുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്നത് ഉപഭോക്താക്കൾക്കൊട്ടും സുഖകരമായ കാര്യമല്ല. ഏത് പാർട്ടിയുടെ പേരിലായിരുന്നു ചെയ്യാൻ പാടില്ല. അതേസമയം തന്നെ എന്തെങ്കിലും അത്തരമൊരു കയ്യാങ്കളി പ്രശ്നം ഉണ്ടായാൽ ഉടനെ പോയി അവരുടെ വീട്ടിലെ ഫീസ് ഊരി ഓഫീസിൽ കൊണ്ടുവയ്ക്കുന്നതും ഒട്ടും ആശ്വാസകരമായ കാര്യമല്ല. അത്തരമൊരു അവകാശം വൈദ്യുത ബോർഡിലെ ആർക്കെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല.